ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്നുള്ള വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാഹ് ഞാനും മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എല്ലാവരുമൊക്കെ കിടന്നുറങ്ങി എണീറ്റ് പിന്നെയും മണ്ണിൽ ഇറങ്ങിയിട്ടുണ്ട് കളിക്കാൻ. അപ്പോൾ എന്താണ് എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ഒരു കൂട്ടം കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഞാൻ വന്നാണേ. അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഓളെന്ന ബെല്ലൈക്കനോ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ നല്ല കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കരുത്. അപ്പം വീഡിയോയിലേക്ക് പോയാലോ? എന്നാ നല്ല കാലാവസ്ഥയാണ് എന്ന് വിചാരിക്കില്ലേ. വെയിലൊക്കെ ഒന്ന് അമ്പിയിട്ടുള്ള ഇതാണ് കേട്ടോ. മറ്റ് ചൂടോണ്ട് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിയില്ല, അത്രയും വെയിലാണേ. അപ്പോൾ പിന്നെ ആഴ്ചൻ്റെ എന്താ പറയുക, നമ്മളെ പുതിയ അതിഥികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നല്ല സൂപ്പറായിട്ട് ഉഷാറായിട്ട് പോകുന്നുണ്ട്. കാണിച്ചു തരാം. പിന്നെ അതിലേക്ക് എനിക്ക് എന്താ പറയുക, എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു പിന്നെ ഒരു കൂട്ടം കുറച്ച് ആൾക്കാരെ മേടിക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെയുള്ള ഇതൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു. കാരണം ആഗ്രഹങ്ങളെല്ലാം മേടിക്കാനൊന്നായില്ല. അപ്പോൾ അത് മേടിച്ചിട്ട് ഇപ്പോൾ എത്ര ദിവസമായി എന്ന് വെച്ചാൽ എനിക്ക് ഒന്ന് 3-4 ദിവസമായി. പക്ഷേ ഇതുവരെ വീഡിയോ എടുക്കാൻ പറ്റില്ല. പറഞ്ഞാൽ 3-4 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതെൻ്റെ കാലിൻ്റെ വീട്ടിലേക്ക് വരുന്നതാ, എന്തോ കൊടുക്കാൻ വേണ്ടിയിട്ട് വരും അവർ. എന്തുവാ നോക്കട്ടെ, വാ ഇവിടെ വാ. ഇതാണ് ഞങ്ങൾ വലുതായി കണ്ടതാ, വലിയതായി വല്ലതും കിട്ടുമോയെന്ന് ചോദിച്ച് വരിക വരുന്നതാ. നോക്കട്ടെ, ക്യാമറയിലേക്ക് നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കതാ. ഇവിടെ നോക്ക്, ക്യാമറയിൽ നോക്ക്, ക്യാമറമാൻ നോക്കടാ. അപ്പോൾ അവർക്ക് തീറ്റ കിട്ടണം. അതായത് ചോറും കറി അങ്ങനത്തെ ഒന്നും എടുക്കും പോരാ, കോഴിക്ക് കൊടുക്കുന്നത് അതേ തീറ്റ കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് നൈസായിട്ട് തന്നെ സൂപ്പറാവുന്ന. അപ്പം ഞാൻ എൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൂട് ചെയ്തിട്ടില്ല. കാരണം പിന്നെ ഇത് ചെയ്യാത്തതെന്ന് വെച്ചാൽ നമുക്ക് വാതിൽ വെച്ചിട്ടില്ല. അപ്പോൾ വാതിൽ വെക്കാൻ ആശാരിനെ എന്തായാലും വിളിക്കുമ്പോൾ നമുക്ക് ഇതിനെ ആശാരിനെ കൊണ്ടൊരു കൂട് വെപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവർക്ക് ഞാൻ കൂടാക്കാത്തത്. അപ്പം അതിലെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പോവാം. ചാടി വൈകുന്നേരം വരെ ഞാൻ കുറച്ച് ആൾക്കാരെ തുറന്നിടലുണ്ട് ഒരു അമ്മൻ്റെ കൂടെ. അപ്പോൾ അതിലൊരാളാണ് ചാടിയത്. അപ്പോൾ ഇതിൽ കണ്ട വേറെ ഒരു കണ്ടോ, വെള്ളമേൽ പുള്ളിയൊക്കെ ഉള്ള കുറച്ച് കോഴികളെ കണ്ടില്ലേ, ഇതാണ് നമ്മളെ പുള്ളിക്കോയി. അപ്പം ഞാനിത് കുറച്ച് ദൂരേന്ന് ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് പിന്നെ വാങ്ങിയതാണ് കേട്ടോ ഇവരെ. കാരണം എനിക്ക് പുള്ളിക്കോയിനെ കുറച്ച് കിട്ടണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇവരെ അങ്ങനെ മേടിച്ചതാണ് കണ്ടോ. അപ്പോൾ പുള്ളിക്കോയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്, നമുക്ക് അടുക്കാൻ പറ്റൂല. അപ്പോൾ കുറച്ചാളെ വാങ്ങി. അപ്പോൾ അതിൽ തോനയും പൂവനും ഉണ്ട്. അപ്പോൾ ഇട കുറവാണ്. അപ്പോൾ അവർ സെറ്റായിട്ട് വിടുമ്പോൾ അവർ തിരിച്ച് തരൂലല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങോട്ടേക്ക് വെച്ച് വാതിലടിച്ചാട്ടെ, അങ്ങോട്ടേക്ക് വാതിലടിച്ചാട്ടെ, കൊടുക്ക് താത്തി കേട്ടോ. നീ ഒന്ന് അങ്ങോട്ട് നിൽക്കില്ലാലേ അങ്ങോട്ട് ചാടുള്ളൂ. പോടുന്ന് അവിടെ നിൽക്ക്. ചാടുന്നുള്ളപോലെ ചാടി ഇങ്ങോട്ട് അമ്മേൻ്റെ അടുത്തേക്ക്.
ഓയ് ലുലി ആടാ പിച്ചറൊക്കെ ആടെ തൂത്താഞ്ഞ ലുലിയ. അതിനപ്പൊ കൊല്ലുന്ന തോന്നുന്നത് പിടിച്ചിട്ട് അവിടെ കൊല്ലായിക്കോട്ടെ. അപ്പോഴേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്താ പറയുക, കഴിഞ്ഞ ദിവസമല്ല, ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ഞാനത് ചെയ്തിട്ട് പിന്നെ എൻ്റെ അവിടെ മുറ്റം ഇങ്ങോട്ടേക്ക് കെട്ടാനുള്ളതും ഇവിടുന്ന് അങ്ങോട്ടേക്ക് എനിക്ക് ഇതേപോലെ ഈ ഹൈറ്റിൽ കെട്ടണം എന്നൊക്കെ പറഞ്ഞില്ലല്ലോ അല്ലേ. അപ്പോൾ അന്ന് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഇവിടെ കിണറിങ്ങനെ താഴെ ഭാഗമായിരുന്നു. കാരണം നിലത്തിങ്ങനെ കിടക്കുകയായിരുന്നു. അവിടെ വരെ നമ്മൾ റിങ് ഇട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ റിങ് പൊന്തിച്ചില്ലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അന്ന് ആ വീഡിയോ ഇട്ടത് കണ്ടിട്ട് പിന്നെ ആരാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഒരു വീഡിയോയിൽ അങ്ങനെ പറയാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ രണ്ടാൾക്കാർ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള എനിക്ക് അവർ പൈസ അയച്ച് തന്നിട്ട് ചെയ്തതാണ് കേട്ടോ. ഈ റിങ് 6 റിങ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ പുതിയത് ഇപ്പോൾ ചെയ്തതാണ്. അപ്പം ആ റിങ്ങിനുള്ള പൈസ രണ്ടാൾക്കാർ സഹായിച്ചതുകൊണ്ട് 6 റിങ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ തന്നിട്ട് ചെയ്താട്ടോ ഈ റിങ് ഞാനിതാ. അപ്പോൾ എന്താ പറയുക, ഇവിടുന്ന് അങ്ങോട്ടേക്ക് നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ വീടിൻ്റെ തറയാണ് ഈ കാണുന്നത്. കണ്ടോ, ഈ തറൻ്റെ അടിഭാഗം ഫൗണ്ടേഷനാണ്. അപ്പോൾ ഈ ഹൈറ്റ് വരെ നമുക്ക് മണ്ണിട്ട് പൊക്കാനുള്ളതാണ്. കാരണം ഈ ഭാഗമൊക്കെ ഇനി മണ്ണിട്ട് പൊക്കാനുള്ളത്. കണ്ടോ, അവിടെ വരെ നമുക്ക് ഫൗണ്ടേഷൻ മുകളിൽ തന്നെ കിടക്കുക. കെട്ടിയിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. അതന്നെ കണ്ടോ, ഇത് ഫൗണ്ടേഷനാണ്. ഇതൊക്കെ മണ്ണിൻ്റെ അടിയിൽ പോകേണ്ടതാണ്. ഇവിടുന്ന് തറ ഇവിടുന്ന് മേലോട്ടേക്ക്. അപ്പോൾ ഞാനിത് ചെയ്തതിന് ശേഷം നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇത് അന്നങ്ങനെ തന്നെ ഇട്ടതാണ്. പക്ഷേ അതുകൊണ്ട് അവിടെ ചെയ്യാത്തതുകൊണ്ട് കണ്ടോ, തറ പുറത്തേക്ക് ഇത് വന്ന് പുറത്തേക്ക് തള്ളിപ്പോയി. തറ കണ്ടോ, ഇവിടെ വീടിൻ്റെ തറ പുറത്തേക്ക് തള്ളിയതാണ്. ഈ ഒരു ഭാഗം കുറച്ച് ഭാഗം തള്ളിപ്പോയിട്ടുണ്ട്. നമ്മൾ ഈ കെട്ട് ഇവിടെ കെട്ടാഞ്ഞിട്ടോ. അപ്പോൾ അന്ന് ഞാൻ ആ ചെയ്ത വീഡിയോൻ്റെ ഇത് കണ്ടിട്ട് രണ്ടാൾ സഹായിച്ചതുകൊണ്ടാണ് ഇതാ അൽഹംദുലില്ലാ ഈ റിങ് 6 എണ്ണം എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പൊക്കാനായത്. അപ്പോൾ ഇനി ഒരു റിങ്ങും കൂടി ഇവിടുന്ന് മേലോട്ട് ഇടണം, എന്നാലേ നമുക്ക് നമ്മളെ അരക്കി വരുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇടണം എന്നുണ്ടെങ്കിൽ ഈ ഭാഗമൊക്കെ ഇനിയും കെട്ടി മേലോട്ട് ഉയർത്തണം, എന്നാൽ മാത്രമേ നമുക്ക് ആ റിങ്ങും കൂടി ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് 2 റിങ് എനിക്കൊരാൾ, അങ്ങനെ ബാക്കി ഒരാളും അങ്ങനെ ചെയ്തു കേട്ടോ. അപ്പോൾ ആ 2 റിങ് ചെയ്ത ആൾ പിന്നെ ബാക്കി ഒരു റിങ്ങിനും കൂടി കെട്ടിയതിന് ശേഷം അവർ മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് മേടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. പൈസ അവർ അയച്ചിരുന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ കുറച്ച് ദിവസമായാലും വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇതിങ്ങനെ കാണിച്ചു തന്നതെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് അവർ നമ്മളെ വീഡിയോ ചെയ്യാനൊന്നും പറഞ്ഞില്ല കേട്ടോ. വീഡിയോയിൽ പറയുകയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം പിന്നെ അങ്ങനെയൊന്നും പറഞ്ഞില്ല. പക്ഷെ എന്നാൽ എൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളെ അറിയിച്ചാണ്. നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊക്കെ നമുക്ക് ഈ ഹൈറ്റിൽ പൊക്കാനുണ്ട് മണ്ണിട്ടിട്ട്. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ നമുക്ക് ആകുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടതാണ്. ഏതായാലും ഇത്രയും തന്നെ സാധിച്ചതിൽ എനിക്ക് അവരോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാനെപ്പോഴും അവരോട് ആ ഒരു നന്ദിയിൽ ഞാൻ കടപ്പെട്ടിരിക്കും. കാരണം നമുക്ക് അത്രയും ഒരു ഉപകാരം നമുക്ക് ചെയ്തു തന്ന ആൾക്കാരല്ലേ. അപ്പോൾ അള്ളാഹ് അവർക്ക് അതിൻ്റെ ബർക്കത്ത് ഓർക്കും ഓരോ കുടുംബത്തിനൊക്കെ. ഇന്നെ ഒരു രൂപ പോലും തന്നെങ്ങാൻ എൻ്റെ ഒരു ഇതിന് എൻ്റെ വിഷമം കണ്ട് സഹായിച്ച ആൾക്കാർക്ക് റബ്ബിൻ്റെ അത് പ്രതിഫലം കൊടുക്കട്ടെ എന്ന് തന്നെ പറയുന്നുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം. പിന്നെ
സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റൊക്കെ നല്ല നല്ല രീതിയിൽ ലൈക്ക് കമൻറ്റൊക്കെ എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.